സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് റോമാലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത് ഏത് ചെയ്യേണ്ടത്, എന്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് പൗലോസ് റോമാലേഖനത്തിൽ ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ റോമാലേഖനത്തിൽ എന്താണ് പൗലോസ് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റോമാലേഖനത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം എന്താകുന്നു എന്ന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും ലോജിക്കായിട്ടും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുവാൻ നമുക്ക് സമയമില്ലെങ്കിലും അതിൻ്റെ ഒരു രത്നചുരുക്കം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം 21 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് ആദാമിൻ്റെ ലോകം, അഥവാ പാപത്തിൻ്റെ ലോകം, അഥവാ അന്ധകാരത്തിൻ്റെ ലോകം, അല്ലെങ്കിൽ സാത്താൻ ദൈവമായിരിക്കുന്ന ഈ ലോകം. ദൈവത്തിന് സ്തോത്രം. ഈ ലോകമെന്ന് പറയുന്നത് പാപത്താൽ മൂടപ്പെട്ടതായ ലോകമാണ്. ഈ ലോകമെന്ന് പറയുന്നത് ന്യായപ്രമാണത്താൽ ദൈവം നിയന്ത്രിക്കുന്നതായ ലോകമാണ്. നാം വസിക്കുന്നതായ ലോകമെന്ന് പറയുന്നത് മനുഷ്യൻ ജഡത്തെ ആയുധമാക്കി ജീവിക്കുന്ന ലോകമാണ്. ഈ ലോകം നാശത്തിൻ്റെ ലോകമാണ്, ന്യായവിധിയുടെ ലോകമാണ്, മരണത്തിൻ്റെ ലോകമാണ്, നരകത്തിൻ്റെ ലോകമാണ്. സ്തോത്രം, സ്തോത്രം. ഈ ലോകത്തിൽ പാപം കുടികുത്തി വാഴുകയാണ്, സാത്താൻ അധികാരം നടത്തുകയാണ്. നാം ഈ ലോകത്തിൻ്റെ ഭാഗം ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. 3:21 മുതൽ 5:21 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന്, ഈ പാപയുഗത്തിലേക്ക് കടന്നു വന്ന്, ഈ ആദാമ്യ യുഗത്തിലേക്ക് കടന്നു വന്ന് തൻ്റെതായ രാജ്യം തൻ്റെ ക്രൂശ് മരണത്തിലൂടെ താൻ എപ്രകാരം സ്ഥാപിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പഴയ വ്യവസ്ഥയെല്ലാം അട്ടിമറിച്ചുകൊണ്ട്, പാപത്തിന് പകരം നീതീകരണം കൊണ്ടുവന്നുകൊണ്ട്, ന്യായപ്രമാണത്തിന് പകരം കൃപയെ കൊണ്ടുവന്നുകൊണ്ട്, ജഡത്തിന് പകരം പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്നുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, മരണത്തിന് പകരം നിത്യജീവനെ കൊണ്ടുവന്നുകൊണ്ട്, നരകത്തിന് പകരം സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം തൻ്റെ പുതുയുഗം അഥവാ ദൈവരാജ്യം എങ്ങനെ സ്ഥാപിക്കുന്നു എന്നാണ് ഈ 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് വിവരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇതിൽ ഏതെങ്കിലും പൗലോസ് ലോകത്തിന്റെ ചരിത്രത്തെ 2 യുഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്.
ഒന്ന് ആദാമിൻ്റെ യുഗം, രണ്ട് രണ്ടാമത്തെ ആദാമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ യുഗം. സ്തോത്രം. ഇതിൽ ഏതെങ്കിലും ഒരു യുഗത്തിൽ ഞാനും നിങ്ങളും അംഗമാ. സ്തോത്രം. 6-ാം അധ്യായത്തിൽ നാം പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ യുഗത്തിൽ ദൈവരാജ്യത്തിൽ വിശ്വാസത്താൽ പ്രവേശിച്ചവൻ, വീണ്ടും ജനിച്ചവൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ, നീതീകരണം പ്രാപിച്ചവൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവൻ, സ്തോത്രം സ്തോത്രം അങ്ങനെയുള്ളവൻ 6-ാം അധ്യായം പറയുന്നത് അവന് പാപത്തിൽ നിന്ന് അവന് സ്വാതന്ത്ര്യമുണ്ട്. അവൻ പാപിയായി തുടരേണ്ടതായ ആവശ്യമില്ല. പാപം അവനെ കീഴ്പ്പെടുത്തേണ്ടതായ കാര്യമില്ല. പാപത്തിന് അവൻ അടിമപ്പെടേണ്ടതായ കാര്യമില്ല. 7-ാം അധ്യായത്തിൽ പറയുന്നത് ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അവകാശമില്ല എന്ന്. സ്തോത്രം. 8-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. 9, 10, 11 അധ്യായങ്ങളിൽ ദൈവം യേശു ക്രിസ്തുവിൽ കൊണ്ടുവന്നതായ ദൈവരാജ്യം യഹൂദനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. 12 മുതൽ 15 വരെയുള്ളതായ അധ്യായങ്ങളിൽ പറയുന്നത് ദൈവം സ്ഥാപിച്ചതായ ഈ രാജ്യത്തിൽ ഞാനും നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നാ. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത് ദൈവം സ്ഥാപിച്ചതായ ദൈവരാജ്യത്തിൽ ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണം. ഇത് ചെയ്യേണ്ടത്, ഏത് ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിൽ ജീവിക്കേണ്ടത്. ദൈവരാജ്യത്തിൽ ജീവിക്കേണ്ടത്. എങ്ങനെയുള്ളവരാ? അവർ ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് സമയത്തെ അറിയുകയാൽ തന്നെ. നമ്മളായിരിക്കുന്നതായ നാഴിക, നമ്മളായിരിക്കുന്നതായ സമയം ഞാനും നിങ്ങളും അറിയണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ബൈബിളിൽ സമയത്തിനും കാലത്തിനും 2 വാക്കുകളാണ് ഉപയോഗിച്ചത്. മലയാളത്തിൽ ഒരു വാക്കേ ഉള്ളെങ്കിലും യവനായ ഭാഷയിൽ 2 വാക്കുകളാണ്. അതിലൊന്ന് ക്രോണോസ് എന്നും 2 കൈറോസ് എന്നുമാണ് പറയുന്നത്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കലണ്ടർ ഇയർ, നമ്മുടെ 24 മണിക്കൂർ സമയങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ സമയം അഥവാ ക്രോണോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ദൈവം ഇടപെടുന്നതായ സമയം. സ്തോത്രം സ്തോത്രം. ദൈവത്തിന് ഇടപെടുവാൻ ദൈവത്തിൻ്റെതായ സമയമുണ്ട്. കാലത്തിൻ്റെ സമ്പൂർണതയിൽ യേശു ക്രിസ്തു വെളിപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നത് പോലെ, സ്തോത്രം, തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ കടന്നു പോകുന്നു സത്യം, എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്നവനോ അയ്യോ കഷ്ടം. യേശു ക്രിസ്തുവിൻ്റെ മരണപുരത്താലമെല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലുള്ളതാ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അത് ദൈവത്തിൻ്റെ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ കാലത്തിലുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഇറങ്ങി വന്ന് ചരിത്രത്തിൽ ഇടപെട്ട് ദൈവത്തിൻ്റെ പ്ലാനുകളും പർപ്പസുകളും നിറവേറത്തക്കവണ്ണം ചരിത്രത്തെ
ഗതി തിരിച്ച് വിടുന്ന ആ ദൈവിക പ്രവർത്തനത്തെയാണ് ഇവിടെ കൈറോസ് എന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം. നാം ദൈവവചനം ഉടനീളം പരിശോധിച്ച് നോക്കിയാൽ ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം വാഗ്ദത്തങ്ങളിൽ കൂടെ. ദൈവം മനുഷ്യന് എന്ത് മടക്കി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, എന്ത് അനുഗ്രഹം ദൈവം മനുഷ്യന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, അതൊന്നും മനുഷ്യന്റെ പ്രവൃത്തിയാലല്ല, ദൈവിക വാഗ്ദത്തങ്ങളായിട്ടാ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് വരുന്നത്. സ്ത്രീയുടെ സന്തതി, അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം, ഈ വാഗ്ദത്ത നിവർത്തീകരണത്തെ ആർക്കും തടയുവാനായിട്ട് സാധ്യമല്ല. വാഗ്ദത്ത നിവർത്തീകരണത്തെ ആർക്കും തടയുവാനായിട്ട് സാധ്യമല്ല. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ നിന്നെ ഒരു വലിയ രാഷ്ട്രമാക്കാമെന്ന് പറഞ്ഞു, ഒരു വലിയ ജാതി, നിന്നിൽ കൂടെ ഒരു വാഗ്ദത്ത സന്തതി വെളിപ്പെടും എന്ന് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. മാത്രമല്ല, ആ വാഗ്ദത്ത സന്തതിയിൽ കൂടെ സർവ്വലോകവും അബ്രഹാമിനാൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായ വാഗ്ദത്തം. സ്തോത്രം, സ്തോത്രം. ചുരുക്കത്തിൽ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നതായ ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക പ്രവൃത്തികളും ദൈവിക അത്ഭുതങ്ങളും എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വന്നിരിക്കുന്നത് വലിയവനാകുന്ന ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടെ നിവർത്തിച്ചതായ ദൈവിക വാഗ്ദത്തങ്ങളുടെ ഫലമായിട്ടാണ്. നാം വാഗ്ദത്ത സന്തതികളാണ്. ദൈവത്തിൻ്റെ സഭ വാഗ്ദത്ത നിവർത്തിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാഗ്ദത്ത നിവർത്തിയാണ്. ദൈവം സ്ഥാപിക്കുന്നതായ രാജ്യം വാഗ്ദത്ത നിവർത്തിയാണ്. സ്തോത്രം, സ്തോത്രം. നാം ദൈവത്തിൻ്റെ രാജ്യത്തിലാണ്. നാം ദൈവത്തിൻ്റെ രാജ്യത്തിലാണ്. എന്നാൽ ആദാമിൻ്റെ പഴയ യുഗം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആദാമിൻ്റെ പഴയ യുഗം നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ യുഗം ആരംഭിച്ചു. എങ്ങനെ? ആദാമയുഗത്തിൻ്റെ സവിശേഷതകളായ പാപത്തെയും മരണത്തെയും ന്യായപ്രമാണത്തിൻ്റെ ഭാഗത്തെയും എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവം തൻ്റെ രാജ്യം സ്ഥാപിച്ചു. സ്തോത്രം, സ്തോത്രം. നാം ജീവിക്കുന്നത് എവിടെയാണ്? ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിൽ ജീവിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ വേണം. വീണ്ടും ജനനാനുഭവം നമുക്ക് വേണം. പെന്തക്കോസ്തുകാരെല്ലാവരും വീണ്ടും ജനിച്ചവരാണോ എന്ന് അവരവർ തന്നെത്താൻ ശോധന ചെയ്യുന്നത് നല്ലതാ. ഞാൻ വീണ്ടും ജനിച്ചവനാണോ? എനിക്ക് ലഭിച്ചതായ ആത്മാവ് ശരിയായിട്ടുള്ള ആത്മാവാണോ? ഞാൻ അനുഗമിക്കുന്ന യേശു യഥാർത്ഥ യേശു ആണോ? ദൈവവചനത്തോടുള്ളതായ എൻ്റെ ആഭിമുഖ്യം, വചനത്തോടുള്ളതായ എൻ്റെ ആഗ്രഹം, വചനത്തോടുള്ളതായ എൻ്റെ സമർപ്പണം, അത് നാം ഓരോരുത്തരും ആ ചെക്ക് ചെയ്യേണ്ടത്. നാം ഓരോരുത്തരും എൻ്റെ മനോഭാവം എനിക്ക് എന്നെ തന്നെ അറിയുവാനുള്ളതായ ഏക മാർഗവും അതാ. ഞാൻ പറഞ്ഞത് 2 യുഗങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് രാത്രി കഴിയാറായി. രാത്രി കഴിയാറായെന്ന് പറഞ്ഞാൽ ആദാമ്യ യുഗം തീരാറായെന്ന്. പാപത്തിന്റെ യുഗം തീരാറായി, ന്യായപ്രമാണത്തിന്റെ യുഗം തീരാറായി, മരണത്തിന്റെ യുഗം തീരാറായി.
ഇതാ സകലവും പുതുതായിരിക്കുന്നു. സ്തോത്രം. അതാണ് അടുത്ത് പറയുന്നത്, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. പകലെന്ന് പറയുന്നത് യേശുക്രിസ്തു സ്ഥാപിച്ച തൻ്റെ യുഗമാ, തൻ്റെ രാജ്യമാ. കൊലോസ്യർ 1:13 എന്താ നമ്മൾ വായിക്കുന്നത്? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവെച്ച് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ദൈവം. നമ്മൾ എവിടാ ദൈവമക്കളെ? ആ വാക്യം എല്ലാവരും ഒന്ന് നോക്കണം. ബൈബിളൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നത് നല്ലതാ. ദൈവം നമ്മളെ തന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുക. രാജ്യത്തിലാണോ എന്നുള്ളത് നമ്മൾ നോക്കിക്കോണം. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. മത്തായി 12:28 വായിക്കുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യുന്നു എങ്കിൽ ദൈവരാജ്യം ഇതാ ഭൂമിയിൽ വന്നിരിക്കുന്നു. ലൂക്കോസ് 17:21 പറയുന്നത്, ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. എഫേസ്യർ 2:6-7 നമ്മൾ വായിക്കുന്നത്, ദൈവം നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇതൊക്കെയാ ദൈവരാജ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. എന്താണ് ദൈവരാജ്യത്തിന്റെ അനുഭവം? ദൈവരാജ്യത്തിൽ പാപക്ഷമയുണ്ട്, പാപത്തിന് പരിഹാരമുണ്ട്, മാനസാന്തരമുണ്ട്, വീണ്ടും ജനനമുണ്ട്, നീതീകരണമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ജീവിതത്തിൽ രൂപാന്തരമുണ്ട്, ജീവിതത്തിൽ തേജസ്കരണമുണ്ട്. ഇതൊക്കെ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളാ. നമ്മൾ ദൈവരാജ്യത്തിലാണെന്ന് പറയുന്നതൊന്നും കാര്യമില്ല. ഇതെൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ ശോധന ചെയ്യണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് ശോധന ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത പൗലോസ് പറയുന്നത്, രക്ഷ വളരെ അടുത്തിരിക്കുന്നു എന്നാ. രക്ഷ വളരെ, എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ രക്ഷിക്കപ്പെട്ടു. എബ്രായർ 6:5 പറയുന്നത് എന്താണ്? വരുവാനുള്ള രാജ്യത്തിന്റെ ശക്തിയെ നമ്മൾ ആസ്വദിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ ശക്തിയാ. അപ്പോൾ ദൈവരാജ്യത്തിൽ നമ്മൾ വസിക്കുന്നു എങ്കിൽ ദൈവരാജ്യത്തിൻ്റെതായ സവിശേഷതകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. മാനസാന്തരം വേണം, വീണ്ടും ജനനം വേണം, വിശ്വാസം വേണം, വിശുദ്ധീകരണം വേണം, രൂപാന്തരം ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. അതോടുകൂടെ തേജസ്കരണവും നടന്നുകൊണ്ടേ ഇരിക്കണം. തേജസ്കരണം ഭാവി നടക്കാനുള്ളതല്ല, ഇവിടെ വെച്ച് ആരംഭിക്കുന്നത്. റോമർ 8:29 എന്താ നമ്മൾ വായിക്കുന്നേ? ഒന്ന് വായിച്ച്. നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭാവിയിൽ നടക്കാനുള്ളതല്ല, അത് നടന്നു കഴിഞ്ഞു. ഈ ഭൂമിയിൽ വെച്ച് എനിക്കും നിങ്ങൾക്കും തേജസ്കരണം ഉണ്ടാകുന്നില്ല എങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കരുത്, നടക്കത്തില്ല.
എന്താണ് രക്ഷ എന്ന് പറയുന്നത്? രക്ഷയുടെ എല്ലാ ഘടകങ്ങളും എന്നിലും നിങ്ങളിലും നിവൃത്തിയായി. എന്താണ് ഞാൻ പറഞ്ഞത്? രക്ഷയുടെ എല്ലാ അനുഭവങ്ങളും നാം ജീവിക്കുന്നതായ ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിപ്പാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന്റെ മരണത്താൽ സാധ്യമായി. അത് അനുഭവിക്കാൻ വേണ്ടി ഇനി നോക്കിയിരിക്കുന്ന വേണ്ട കർത്താവ് വരാൻ. കർത്താവ് വരുമ്പോഴെന്താ സംഭവിക്കുന്നത്? നമ്മളപ്പോഴും ദൈവരാജ്യത്തിലാ കർത്താവ് ശക്തിയോടെ വരുന്നേ. അല്ലാതെ അന്നേരം ആരെയും എടുത്ത് അന്ധകാര ലോകത്തിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് വെക്കത്തില്ല. ഉൽപ്രാവണത്തിൽ നടക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരമാണ്. ബാക്കി നടക്കാനുള്ളതെല്ലാം നടന്ന് കഴിഞ്ഞിവിടെ വെച്ച്. ദൈവമക്കൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനുള്ള പ്രധാന ഘടകങ്ങളെല്ലാം ഇവിടെ വെച്ചാണ് നാം പൂരിപ്പിക്കേണ്ടത്, ഭാവിയിലല്ല. ശരീരത്തിന്റെ രൂപാന്തരം എന്ന് പറയുന്നത് നാം ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചതായ ദൈവരാജ്യത്തിന്റെ അടുത്ത പടിയെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. പഴയത് തീരാറായി. പഴയകാലം എന്നേക്കുമായി ഇല്ലാതാകുവാൻ പോകുന്നു. നാം ദൈവത്തിന്റെ രാജ്യത്തിലാകുന്നു. യേശു ക്രിസ്തു ഏത് സമയവും തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി കടന്നു വരാം. രക്ഷ എന്തുമാത്രം അടുത്തിരിക്കുന്നു. സഭയെ അന്ത്യകാല സമൂഹം എന്നാ വിളിക്കുന്നത് ബൈബിൾ. അന്ത്യകാല സമൂഹം. എന്താണ് അന്ത്യകാല സമൂഹം എന്ന് പറഞ്ഞാൽ? ഈ അന്ത്യകാലത്തിന്റെ അന്ത്യത്തിൽ ജീവിക്കുന്ന ഈ കാലത്തെ നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ അറിയണമെന്നുള്ള അതാണ് നമ്മളിപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ഈ അന്ത്യകാലത്ത് ദൈവം സഭയെ ഈ ദുഷ്ടലോകത്ത് നിന്ന് വേർതിരിച്ചിരിക്കുക. പഴയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ചരിത്രത്തിൽ ഉടനീളം അവരോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ തേജസ്സിനാൽ അഗ്നിത്തൂണായി, പുകയുടെ തൂണായി, അഗ്നിസ്തംഭമായി, മേഘസ്തംഭമായി അവരുടെ മരുഭൂമി യാത്രയിൽ, അവരുടെ പെട്ടകത്തിൽ, അവരുടെ പള്ളിയിൽ മോശ പറഞ്ഞ ദൈവസാന്നിധ്യം വരുന്നില്ലെങ്കിൽ ഞാൻ പോകുന്നില്ലെന്നാ പറഞ്ഞേ, യാത്ര തുടങ്ങത്തില്ലെന്നാ പറഞ്ഞേ. അവരുടെ പ്രത്യേകത എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. ദൈവങ്ങളാരും ഉറങ്ങുന്നത് ശ്രദ്ധിക്കണം. ഇസ്രായേൽ മക്കൾക്ക് നഷ്ടപ്പെട്ട ദൈവിക സാന്നിധ്യമാ ദൈവസഭയ്ക്ക് ദൈവം മടക്കി കൊടുത്തത്. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത് പഴയ നിയമത്തിൽ നിന്ന് മടങ്ങിപ്പോയതായ ദൈവം, പഴയ നിയമത്തിൽ നിന്ന് തൻ്റെ ജനത്തെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോയതായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഭയിലേക്ക് മടങ്ങി വന്നതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഈ അന്ത്യകാല സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അവർ ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിനാൽ അനുഭവിക്കുന്നവരാണ്. ഞാൻ അവരുടെ ഇടയിൽ നടക്കുന്നവനാണ്, അവൻ നമ്മളെ സംരക്ഷിക്കുന്നവനാണ്, അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ദൈവിക വാഗ്ദത്തങ്ങളുടെ അവകാശികളാണ് ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 29 മുതൽ 31 വരെ.
മതി മതി. ഇവിടെ പൗലോസ് പറയുന്നത് കേട്ടാൽ നമുക്ക് വളരെ അതിശയം തോന്നും. കല്യാണം കഴിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊന്നും ജീവിക്കരുത്, വസ്തുവോ വീടോ എല്ലാം വാങ്ങിച്ചിട്ട് അതിനെ കൈവശമാക്കരുത്. ഇതുവല്ലോ ഇമാജിൻ ചെയ്യാൻ ഒക്കുന്നുണ്ടോ? എന്താണ് പൗലോസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പൗലോസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിവാഹം കഴിക്കണ്ട എന്നോ മക്കളുണ്ടാകണ്ട എന്നോ കുടുംബജീവിതം നയിക്കണ്ട എന്നോ എന്നൊന്നുമല്ല. പൗലോസ് പറയുന്നത് നമ്മൾ ദൈവരാജ്യത്തിലാണ് ജീവിക്കുന്നത്. നാം ദൈവത്തിന്റെ രാജ്യത്തിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ ദൈവിക പ്രമാണങ്ങൾക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിന്, ദൈവരാജ്യത്തിന്റെ ആലോചനകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഈ ലോകത്തിനല്ല. എന്ന് പറഞ്ഞാൽ ബാക്കി ഈ ലോക കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആണെന്നാ പറയുന്നത്. വേണ്ടെന്നല്ല, അതെല്ലാം സെക്കൻഡറിയാ. എത്രയോ ദൈവദാസന്മാർക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് സ്വന്തം കുടുംബവും ഭാര്യയും മക്കളും എല്ലാം നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാ? അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവരാജ്യമായതുകൊണ്ടാ. നാം ദൈവരാജ്യത്തിലാണ് വസിക്കുന്നത് എങ്കിൽ നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണെന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രമാണമാണ് നമ്മുടെ പ്രമാണമെന്ന് പറയുന്നത്. നമ്മൾ ദൈവരാജ്യത്തിലാ. രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രയോറിറ്റീസ് അല്ല, ഈ ലോകത്തിലെ ബന്ധങ്ങളല്ല, ഈ ലോകത്തിൽ എന്തെല്ലാം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതല്ല. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, സന്തോഷമുണ്ടാകണമെങ്കിൽ, പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ നാം ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരായിരിക്കണം, ദൈവിക പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിരിക്കണം. ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ സമയം എന്തായി നമ്മൾ മനസ്സിലാക്കുന്നത്. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഘടികാരമനുസരിച്ചുള്ള കാലഘട്ടമാണ്. അതായത് 1-ാമത്തെ വരവനും 2-ാമത്തെ വരവനും ഇടയ്ക്ക് ദൈവത്തിന് ചെയ്യാനുള്ളതെല്ലാം ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ പ്രോഗ്രാമിന് യാതൊരു മാറ്റവുമില്ല. ലോകത്തിൻ്റെ അവസാനം വന്നെത്തിയിരിക്കുക നമ്മുടെ ജീവിതത്തിൽ. നാം നിൽക്കേണ്ടത് ദൈവരാജ്യത്തിലാണ്. നാം പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾക്കാണ്. നമ്മെ ഭരിക്കേണ്ടത് പ്രത്യാശയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ധൈര്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം ഏവരും പ്രാപിച്ചിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരെല്ലാം പ്രാപിച്ചിരിക്കണം. കാരണം ദൈവരാജ്യത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ഇപ്പോൾ നാം ആയിരിക്കുന്നതായ കാലത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിന് മുമ്പ് ഞാൻ തീർക്കാം. അടുത്തത്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയണം. എന്താണ് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ? താഴെ പറയുന്നുണ്ട്. പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കുക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും അല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും അല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം.
അഥവാ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഗലാത്യർ 5:19 മുതൽ 21 വരെ കാണുന്നത് പോലെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം, ദൈവരാജ്യത്ത് ജീവിക്കുകയാണെങ്കിൽ. കാരണം ഈ പ്രവൃത്തികളൊക്കെ പിശാചിൻ്റെ ആയുധങ്ങളാണ്. പിശാചിൻ്റെ ആയുധങ്ങളാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. പരാജയപ്പെട്ടവന്റെ ആയുധങ്ങളാ. ക്രൂശിൽ പരാജയപ്പെട്ടവന്റെ ആയുധങ്ങളാ. പരാജയപ്പെടുന്നവന്റെ പരാജയപ്പെട്ട ആയുധങ്ങളെ നാം ധരിക്കുവാൻ പാടില്ല. കാരണം നമ്മൾ വിജയിച്ചവന്റെ കൂടെയാണ്. അവൻ ഏത് ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അവൻ വിജയിച്ചുവോ ആ ആയുധങ്ങളെ നമ്മൾ ധരിക്കുന്നവരായിരിക്കണം. ഒരുവനെ കാണുമ്പോഴറിയാം എന്ത് ഇവൻ ധരിച്ചേക്കുന്ന ആയുധം എന്താണ്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ അല്ലെന്ന് അറിയാൻ വയ്യ. ഒരുവന്റെ ഭാവം, മട്ട്, വാക്കുകള് വളരെ ഈസി ആയിട്ട് ഒരുത്തൻ്റെ ആയുധങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. അവൻ എങ്ങോട്ടാ നീങ്ങുന്നതെന്ന് അറിയാമോ? അവൻ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. അവൻ അറിയുന്നില്ലത്. പരാജയപ്പെട്ടവന്റെ ആയുധങ്ങളെ വഹിക്കുന്നവൻ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിജയിച്ചവന്റെ ആയുധങ്ങളെ വഹിക്കുന്നവരായിരിക്കണം. സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ആയുധങ്ങൾ വിജയിച്ച ആയുധങ്ങളാ കാൽവരി ക്രൂശിൽ. എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിന്റെ ആയുധങ്ങൾ? സ്നേഹം, അനുസരണം, താഴ്മ, ശുശ്രൂഷ മനോഭാവം, അവരൻ്റെ രക്ഷ. ഇതൊക്കെയായിരുന്നു യേശു ക്രിസ്തുവിന്റെ ആയുധങ്ങൾ. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നത് അതാ. എന്ത്? വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ദൈവത്തിന്റെ രാജ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ സഭയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഏത് സമയവും കർത്താവ് വന്നാൽ കർത്താവിനോടൊപ്പം ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാം വെളിച്ചത്തിന്റെ ആയുധങ്ങൾ ധരിക്കുന്നവരായിരിക്കണം. സ്തോത്രം, സ്തോത്രം. വെളിച്ചത്തിന്റെ ആയുധങ്ങൾ ജയിക്കുന്ന ആയുധങ്ങളാ. 1 പത്രോസ് 4:1 പറയുന്നത്, പൗലോസ് പറയുന്നത്, കഷ്ടം സഹിപ്പാനുള്ള ആ മനോഭാവം നിങ്ങളുടെ ആയുധമായിരിപ്പീൻ. ആയുധമായിരിക്കട്ടെ എന്നാ. ക്രൂശീകരണ ജീവിതം നയിപ്പാൻ, അഥവാ കുരിശിനെ വഹിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവിക ആയുധമാണ്. സ്തോത്രം. അടുത്തത് നാം ചെയ്യേണ്ടത് ക്രിസ്തുവിനെ ധരിക്കണം. സ്തോത്രം. ക്രിസ്തുവിനെ ധരിക്കണം. 14-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. അപ്പോൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സർവായുധ വർഗങ്ങൾ നമ്മൾ ധരിക്കേണ്ട. ഈ ആയുധങ്ങളെല്ലാം യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. നമുക്കാർക്കും ആയുധമെടുത്ത് പിശാചിനോട് പോരാടാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ വിജയം യേശു ക്രിസ്തു കാൽവറിയിൽ നിർവഹിച്ചു കഴിഞ്ഞു.
ആ വിജയം നമ്മൾ വിശ്വാസത്താലാണ് അനുഭവമാക്കുന്നത്. യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. സ്തോത്രം, സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സമ്പാദിച്ചതായ ജയത്തിൽ നാം നിൽക്കണമെങ്കിൽ യേശു ക്രിസ്തു ഏതായുധം കൊണ്ട് കുരിശിൽ ജയിച്ചുവോ ആ ആയുധങ്ങളെ നമ്മൾ ധരിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചവരാ. ഇവിടെ കൂടിയിരിക്കുന്ന മിക്കവാറും എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചവരാ. എപ്പോഴാ ധരിച്ചേ? ഗലാത്യർ 3:27 വായിക്കേ. സ്നാനപ്പെട്ടപ്പോൾ എന്തായിരുന്നു സ്നാനം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോട് ചേരുവാൻ, അവന്റെ ക്രൂശിന്റെ ഭാഗമാക്കാകുവാൻ. നമ്മളിന്ന് തിരുമേശയെല്ലാം ആഘോഷിച്ചിട്ടിരിക്കുക. എന്താണ്? യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ടാടിയതാ നമ്മള്. അപ്പോൾ ബാപ്റ്റിസം നടന്നപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൻ ചേർന്നു. യേശു ക്രിസ്തുവിന്റെ മരണം എൻ്റെ മരണമായിരുന്നു. ഞാനാണ് യഥാർത്ഥത്തിൽ ക്രൂശിൽ മരിക്കേണ്ടത്. എനിക്ക് പകരം യേശു ക്രിസ്തു മരിച്ചു. നമ്മൾ ഏറ്റെടുത്തു. അവിടെ കൊണ്ട് തീർന്നു. അവിടെ പ്രശ്നം. അവിടെ കൊണ്ട് തീരുന്നതാ പ്രശ്നം. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമായിട്ടുള്ള ഏകീകരണം അത് ബാപ്റ്റിസത്തിൽ ആരംഭിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം അനുവർത്തിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒരനുഭവമാണ്. അതാണ് ക്രൂശ് എടുത്ത് അനുഗമിക്കണമെന്ന് പറയുന്നത്. നമ്മളെല്ലാം ഈ ബാപ്റ്റിസത്തിൽ അനുകരിച്ചിട്ട് അവിടെ കൊണ്ട് നിർത്തി. ഇപ്പൊ പ്രോസ്പെരിറ്റി തിയോളജിയുടെയും ഹൈപ്പോക്രൈസിന്റെ ഒക്കെ പുറകെ ഓടുക. നമ്മള് കുരിശിനെ നമ്മൾ മറന്നു കളഞ്ഞു. ഫിലിപ്പിയർ 3:10-11 ഇപ്പോൾ ഒന്ന് വായിക്കാം. അപ്പോൾ പൗലോസ് പറയുന്നത് എന്താണ്? ഞാൻ ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണുക. എൻ്റെ പേരും എൻ്റെ പ്രശസ്തിയും എൻ്റെ ധനവും എൻ്റെ കഴിവുകളും എൻ്റെ പാരമ്പര്യവും എല്ലാം ഞാൻ ചപ്പും ചവറും. എനിക്ക് എങ്ങനെയെങ്കിലും അക്കരെ നാട്ടിൽ എത്തണമെന്നേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ ശക്തി കഷ്ടതയിൽ കൂടെയാണ് എനിക്ക് ലഭിക്കുന്നത്. ആയതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നെന്ന്. കാരണം പുനരുത്ഥാന ശക്തി കിട്ടുന്നത് ക്രൂശിൽ കൂടാ. ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടത് കാൽവരി ക്രൂശിലാ. എൻ്റെ സമയം എടുത്തു വരുന്നു. അവസാനത്തെ വാക്യം, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ജഡം ആരുടെ വകയാണെന്നറിയാമോ? പഴയ യുഗത്തിൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ പിശാചുമായിട്ട് കോണ്ടാക്റ്റായി ഇരിക്കാനായിട്ട് നമുക്ക് ലഭിച്ച പൈശാചിക വരമാണ്. ആദാം അപ്പച്ചൻ്റെ ലംഘനത്താൽ
ദൈവത്തെ എനിക്ക് വേണ്ട, ദൈവിക ആലോചനയെ വേണ്ട, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ തീരുമാനിച്ചു കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അവനെ അനുഗ്രഹിച്ച് പിശാച് കൊടുത്തതാ ജഡം. ജഡമെന്ന് പറയുന്നത് ശരീരമല്ല, തെറ്റിദ്ധരിക്കരുത്. എന്നിലും നിങ്ങളിലുമുള്ള പാപ ആസക്തികൾ, പാപത്തിന്റെ സ്വഭാവം, നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, പ്രവർത്തിക്കുന്നത് ഇല്ല, പാപത്താൽ പിടിക്കപ്പെടുക, പാപാസക്തിയാൽ പിടിക്കപ്പെടുക. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. പൗലോസ് പറയുന്ന ഈ വേദഭാഗങ്ങൾ എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. അപ്പം ഈ ഉറങ്ങുന്നവൻ എവിടെ കിടക്കുന്നേ? മരിച്ചവരുടെ ഇടയിലാ. മരിച്ചവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പഴയ യുഗത്തിലാ, ആദാമ യുഗത്തില്, പിശാചിന് എന്തും ചെയ്യാനായിട്ട് അധികാരമുള്ള യുഗത്തില്. നിനക്ക് എന്തെങ്കിലും ഗുണം വരാനുണ്ടെങ്കിൽ ചാടി എഴുന്നേൽക്കാനാ പൗലോസ് പറയുന്നത്. ചാടി എഴുന്നേൽക്കുക. നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ആത്മാവ് നഷ്ടപ്പെടരുത് എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നീ ചാടി എഴുന്നേൽക്കുക. സ്തോത്രം. നീ ചാടി എഴുന്നേറ്റാൽ യേശു നിന്റെ മേൽ പ്രകാശിക്കും. ഞാൻ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം കേൾക്കാൻ വേണ്ടിയായി വചനങ്ങൾ പറയുന്നേ. ദൈവത്തിന്റെ സ്തോത്രം. ആയതുപോലെ 1 തെസ്സലോനിക്കർ 5:1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിലും പൗലോസ് ഇത് തന്നെ പറയുന്നത്. ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും. ആര്? ഈ പഴയ യുഗത്തിൽ ജീവിക്കുന്നവൻ, ജഡത്തിൽ ജീവിക്കുന്നവൻ, ജഡീക പ്രവർത്തികളെ അനുകരിക്കുന്നവൻ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതും അല്ല. സ്തോത്രം, സ്തോത്രം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നു. സത്യത്തിൽ പൗലോസ് ഈ പറയുന്നതായ ഈ വേദഭാഗങ്ങളുടെ എല്ലാം അടിസ്ഥാനം യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിലാണ്. നമുക്കെടുത്ത് വായിക്കാൻ സമയമില്ല. അവിടെ പിന്മാറിപ്പോയത് തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലാ. നമ്മൾ ഈ പറയുന്ന പാപങ്ങളെല്ലാം ചെയ്ത് ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോയപ്പോൾ ദൈവം തന്നെ അവരെ ശിക്ഷിപ്പാനായി, അവരോട് പ്രതികാരം നടത്തുവാനായി അവൻ നീതി എന്ന ആയുധമെടുത്ത്, രക്ഷയെന്ന കോരികയെടുത്ത് അവൻ തന്റെ വാളിനാൽ തന്റെ ജനത്തെ നശിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതാ ചരിത്രത്തിൽ നിറവേറിയത് അവരുടെ. സ്തോത്രം, സ്തോത്രം. അതേ ദൈവമാ പുതുനിയമത്തിലും. ജഡത്തിൽ ജീവിക്കുന്നവരെ ദൈവം കൈകാര്യം ചെയ്യും. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. യിരെമ്യാവിന്റെ പ്രവചനം 17-ാം അധ്യായം 5-ാം വാക്യം. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി. അവൻ ശപിക്കപ്പെട്ടവനാ. സ്തോത്രം, സ്തോത്രം. ആരാ ശപിക്കപ്പെട്ടവൻ?
ജഡത്തിൽ ജീവിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജഡത്തെ ആയുധമാക്കുന്നവൻ, ഈ ലോകത്തിൽ ജയിക്കുവാനായി ജഡത്തെ ആയുധമാക്കുന്നവൻ, അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണ്. അവൻ ദൈവത്തിന് എതിരെ പോരാടുന്നവനാണ്. അവൻ ദൈവത്തിന്റെ ശിക്ഷാവിധി ഏറ്റുവാങ്ങാൻ പോകുന്നവനാണ്. സ്തോത്രം, സ്തോത്രം. അവൻ കാൽവറി ക്രൂശിൽ ശപിക്കപ്പെട്ടിരിക്കുക. എന്താണ് അവൻ ശപിക്കപ്പെട്ടവെന്ന് പറയുന്നതെന്ന് അറിയാമോ? കാൽവറി ക്രൂശിൽ അവനെ ശപിച്ചു. സ്വർഗീയ കോടതി അവന്റെ മേലുള്ള ന്യായവിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് ചരിത്രത്തിൽ നിറവേറിയാൽ മതിയെന്ന്. അതിന് ചരിത്രത്തിൽ നിറവേറിയാൽ മതി. അവൻ ശപിക്കപ്പെട്ടവനാ. കാരണം ശാപം അവന്റെ മേൽ ചുമത്തി. അതിന് പിന്നെ ഉപവാസ പ്രാർത്ഥന നടത്തിയത് കൊണ്ടും പ്രവാചകന്മാരെ വരുത്തിയത് കൊണ്ടും ഒരു ഗുണവുമില്ല. തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ദൈവമക്കളെ, എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? ദൈവമക്കളാകുന്ന നമ്മൾ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. കർത്താവിന്റെ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. ആ രാജ്യത്തിന്, ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശികളാകുവാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നാം ആയിത്തീരേണ്ടതായ അവസ്ഥകളെല്ലാം ആയിത്തീരുവാനുള്ള എല്ലാ പ്രൊവിഷൻസും ദൈവം നമുക്ക് തന്നിരിക്കുക. ആ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവമാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ചും ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവം അത് ശരിയാണോ ഇല്ലയോ എന്ന് അവനവൻ ശോധന ചെയ്താൽ മതി. അവനവൻ ശോധന ചെയ്താൽ മതി. ബാക്കി എല്ലാറ്റിനും നമുക്ക് സമയമുണ്ട്. ആവശ്യം പോലെ സമയമാണ്. ദൈവവചനം എന്ന് പറയുമ്പോൾ വളരെ ഒരു അലർജി. നീ പോക്ക. ഞാൻ പറയുമല്ല, ദൈവവചനാ പറയുന്നത് നീ പോക്കാന്ന്. നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ ഉള്ളവരായി നമ്മുടെ രക്ഷ ഏറ്റവും അടുത്തു വന്നിരിക്കുന്നതായ നിമിഷത്തിൽ ദൈവരാജ്യത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം തന്ന ദൈവദാസനും സഭയ്ക്ക് എൻ്റെ നന്ദി അറിയിച്ചും എൻ്റെ വാക്കുകൾ തരും.